ബഹുമാനപ്പെട്ട പണ്ഡിത ശ്രേഷ്ഠന്മാരെ, മുഅല്ലിമീങ്ങളെ, ഉമറാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ സുദീർഘമായ പ്രഭാഷണങ്ങൾ കഴിഞ്ഞു. ഇന്നത്തെ മാധ്യമത്തിലെ പത്രങ്ങളിലെ ഒരു വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നു. ഇന്ത്യ രാജ്യത്തിലെ അലഹബാദ് ഹൈക്കോടതിയിലെ ജഡ്ജിയുടെ ഒരു പ്രസ്താവന. സർവീസിലിരിക്കുന്ന ഒരു ജഡ്ജി വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ഒരു യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് കട്മുല്ലമാരാണ് ഈ രാജ്യത്തിന് ഏറ്റവും ബാധകമായിരിക്കുന്നത്, അതായത് ചേലാകർമ്മം ചെയ്യപ്പെട്ട ഒരു സമൂഹമാണ് ഇന്ന് ഇന്ത്യ രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിഭാഗമെന്നും ഭൂരിപക്ഷത്തിൻ്റെ ഇംഗിതമനുസരിച്ച് വേണം ഈ രാജ്യത്തിൻ്റെ കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടതെന്നും വളരെ പരസ്യമായി പച്ചയായി പറഞ്ഞ ഒരു ജഡ്ജി പ്രസ്താവന ഇറക്കിയ ദിവസമാണ് കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ്. ഈ അവസരത്തിലാണ് ബഹുമാനപ്പെട്ട ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അധ്യാപക സംഘടനയായ ലജ്നത്തുൽ മുഅല്ലിമീൻ മനുഷ്യാവകാശ ദിനം ആചരിക്കുന്നത്. നാം മനസ്സിലാക്കേണ്ടത്, ബഹുമാനപ്പെട്ട തൊഴിയൂർ ഉസ്താദ് പറഞ്ഞതുപോലെ, നമ്മൾ പരീക്ഷണങ്ങളിലൂടെ തന്നെ ആയിരിക്കും ഇനിയുള്ള കാലം കടന്നു പോകുന്നത്. അവിടെയൊന്നും പതറാതെ നെഞ്ച് നിവർത്തിപ്പിടിച്ചുകൊണ്ട് ഇതുപോലെയുള്ള ചില ന്യൂനപക്ഷം വരുന്ന ജഡ്ജിമാർ, അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, കഴിഞ്ഞ ദീപാവലി ആഘോഷത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോടൊപ്പം ഇന്ത്യ രാജ്യത്തിൻ്റെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പൂജാകർമ്മങ്ങൾ പങ്കെടുത്ത ജഡ്ജിയാണ് ശേഖർ കുമാർ യാദവ് എന്ന് പറഞ്ഞ അലഹബാദ് ഹൈക്കോടതിയിലെ ജഡ്ജി. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ നാം വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇത്തരത്തിലാണ് ചില സ്ഥലങ്ങളിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് മുനമ്പം വിഷയം. അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ പ്രഖ്യാപിച്ചു, ആ മുനമ്പം ഭൂമി വഖഫ് ഭൂമി തന്നെയാണ്. അത് ഈ സംസ്ഥാനത്തെ പല രാഷ്ട്രീയ നേതാക്കന്മാരും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ആണെന്നും അല്ലെന്നും പറയുമ്പോഴും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അത് വഖഫ് ഭൂമിയാണെന്നും അവിടുത്തെ ഭൂമാഫിയകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും അതേസമയം അവിടെ ജീവിക്കുന്ന സാധാരണക്കാരായ അവിടെ താമസിക്കുന്നവർക്ക് മാനുഷികപരമായ പരിഗണനയും ഇസ്ലാമികമായ പരിഗണനയും നൽകണമെന്ന് ആർജവത്തോടുകൂടി കേരളത്തോട് വിളിച്ചു പറഞ്ഞ ബഹുമാനപ്പെട്ട പണ്ഡിത സഭയാണ് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ. അതുകൊണ്ട് നമുക്ക് അഭിമാനത്തോടുകൂടി ഈ വിഷയങ്ങൾ ആരുടെ മുന്നിലും മുട്ടുമടക്കാതെ അഭിമാനത്തോടുകൂടിയും അന്തസ്സോടുകൂടിയും ഈ രാജ്യത്തിലെയും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അഭിമുഖീകരിക്കുമ്പോൾ വ്യക്തമായ അഭിപ്രായം പറയുന്ന സംഘടന. അതിലെല്ലാം ഉപരി ഇക്കഴിഞ്ഞ ദിവസം ഒരു അഭിമാനകരമായ വിഷയം കൂടെ നമുക്കുണ്ടായി. അത് പ്രധാനപ്പെട്ട ഉസ്താദുമാർ പറയാൻ വിട്ടുപോയതായിരിക്കും. കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി രൂപീകരിച്ചത് മുതൽ അത് നിർബന്ധമായും ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു പ്രാതിനിധ്യം ഉണ്ടായിരിക്കും. ബഹുമാനപ്പെട്ട തൊഴിയൂർ ഉസ്താദ് അതിൻ്റെ ചെയർമാനായിരുന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കടയ്ക്കൽ ഉസ്താദ് ഉൾപ്പെടെയുള്ളവർ നിരവധി വർഷം ഹജ്ജ് കമ്മിറ്റിയിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഹജ്ജ് കമ്മിറ്റി കേരള ഗവൺമെൻറ് പുനഃസംഘടിപ്പിച്ചപ്പോൾ കേരളത്തിലെ എല്ലാ മുഖ്യധാരാ സംഘടനകളുടെ പ്രതിനിധികൾ ഉണ്ടായപ്പോൾ ബഹുമാനപ്പെട്ട ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രാതിനിധ്യം നഷ്ടപ്പെട്ട ഒരു സാഹചര്യമുണ്ടായി. മനസ്സിനകത്ത് ഒരുപാട് വേദനയുണ്ടായി. തിരുവനന്തപുരത്തും തലസ്ഥാന നഗരിയിലുള്ള ഒരുപാട് പേര് ചോദിച്ചു, എന്താണ് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രാതിനിധ്യം കണ്ടില്ലല്ലോ എന്ന്.